പൂപ്പാടം തേടി തെങ്കാശിയിലേക്ക്. ഒരു ദിവസം ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ഒരു യാത്ര. അതിന് പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തെങ്കാശിയും പരിസര പ്രദേശങ്ങളും. കുറ്റാലം വെള്ളച്ചാട്ടം, തിരുമലൈക്കോവിൽ, തടാകങ്ങൾ, മലനിരകൾ, തെങ്ങിൻതോപ്പുകൾ, കാറ്റാടിപ്പാടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ, തികച്ചും ഗ്രാമീണത നിറഞ്ഞാടുന്ന ഗ്രാമങ്ങൾ, ഇവിടുത്തെ ജീവിതങ്ങൾ, സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദര കാഴ്ചകൾ, അനേകം സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലങ്ങൾ, ഇവയൊക്കെയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കിയ തെങ്കാശി. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ചങ്ങനാശ്ശേരിയിൽ നിന്നും ദിവസവും രാവിലെ 7:30 തെങ്കാശിയിലേക്കുള്ള ബസ്സിൽ പുറപ്പെട്ടാൽ 11 മണിയോടെ തെങ്കാശിയിലെത്താം. ഇത് തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ ഒരു ചെറിയ ചായക്കടയിലാണ് യാത്രക്കാർക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തുന്നത്. തുടർന്നുള്ള യാത്ര ഒരു സൈഡിൽ റെയിൽവേ ലൈനും മധ്യത്തിൽ റോഡും വലതുവശത്ത് കല്ലടയാറും അതിനപ്പുറം മലനിരകളും. ദൃശ്യഭംഗി ഗംഭീരം. ഇത് 13 കണ്ണറപ്പാലം. ഈ റെയിൽവേ ലൈൻ മീറ്റർ ഗേജ് ആയിരുന്ന കാലത്ത് സിമൻറ്റോ കമ്പിയോ ഇല്ലാതെ ആർച്ച് രീതിയിൽ 13 ആർച്ചുകളോടെ നിർമ്മിച്ച പാലമായിരുന്നു ഇത്. ഇപ്പോൾ പൗരാണിക ഭംഗി ഒന്നുമില്ലെങ്കിലും ധാരാളം ആളുകൾ പാലത്തിൻ്റെ ദൃശ്യഭംഗി ക്യാമറയിൽ പകർത്തുന്നുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മീറ്റർ ഗേജ് പാതയാണിത്. 1890 നിർമ്മാണം ആരംഭിച്ച് 1902 ആദ്യമായി ഗുഡ്സ് ട്രെയിനും 1904 യാത്രാവണ്ടിയും ഓടിത്തുടങ്ങി. തൂത്തുക്കുടിയിൽ നിന്നും കപ്പൽ മാർഗം ട്രെയിനിൻ്റെ ഭാഗങ്ങൾ കൊല്ലത്തെത്തിക്കുകയും അവിടെ വെച്ച് ട്രെയിനിൻ്റെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ചുമാണ് ആദ്യമായി ഈ റൂട്ടിൽ ട്രെയിൻ ഓടിച്ചത്. ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയായ എസ് വളവ് എന്ന പേരിൽ പ്രസിദ്ധമായ സ്ഥലം. ചില അവസരങ്ങളിൽ മണിക്കൂറുകൾ ബ്ലോക്ക് ആകാറുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ലോറിയിൽ കച്ചിയുമായി വരുന്ന അവസരങ്ങളിൽ. പിന്നീട് ഇങ്ങോട്ട് പ്രകൃതിയുടെ സൗന്ദര്യം മറ്റൊരു രീതിയിലാണ് അനുഭവപ്പെടുന്നത്. പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, മലനിരകൾ, നിരനിരയായി നിൽക്കുന്ന തെങ്ങിൻതോപ്പുകൾ. ഇത് ചെങ്കോട്ടപ്പട്ടണം. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ബിവറേജിൻ്റെ ക്യൂ ഒന്നുമല്ല. പ്രസിദ്ധമായ റഹ്മത്ത് ഹോട്ടൽ തുറക്കുന്നതും കാത്തു നിൽക്കുന്ന ഭക്ഷണ കൊതിയന്മാരുടെ തിരക്കാണിത്. ബിരിയാണി, ബോർഡർ ചിക്കൻ, റഹ്മത്ത് പൊറോട്ട എന്നിവയ്ക്ക് വളരെ പ്രസിദ്ധമാണ് ഈ ഹോട്ടൽ. ഈ വഴി കടന്നു പോകുന്നവർ ഇവിടെ കയറാതിരിക്കില്ല. അത്രയ്ക്ക് കേമമാണ് ഇവിടുത്തെ ഭക്ഷണം. 12 മണിക്ക് മാത്രമേ ഈ ഹോട്ടൽ തുറക്കുകയുള്ളൂ. ആ സമയത്ത് കയറാൻ കാത്തിരിക്കുന്നവരാണിത്. ഞാനും ആദ്യ ട്രിപ്പിൽ തന്നെ അകത്ത് കയറി. ഈ കവാടം കടന്നു പോയത് കുറ്റാലത്തേക്കാണ്. ഇന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന സ്ഥലം. വെള്ളച്ചാട്ടങ്ങൾക്ക് പേര് കേട്ട സ്ഥലം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അതിശയിപ്പിച്ചൊരു പേരാണ്. പലതവണ ഇവിടെ വന്നിട്ടുമുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് സീസൺ. വഴിയരികിൽ ഉത്സവ പറമ്പിലെ പോലെ ധാരാളം കടകൾ, എല്ലാ തരത്തിലുമുള്ള കച്ചവടക്കാർ, വഴിയിൽ നല്ല തിരക്ക്. ചെറിയ 1-2 ക്ഷേത്രങ്ങൾ ഈ പരിസരത്ത് കാണുന്നുമുണ്ട്. ക്ഷേത്രാചാരമാണോ അതോ ഉല്ലാസത്തിലുള്ള കുളിയാണോ എന്നറിയില്ല. ഏതായാലും 100 കണക്കിന് ആൾക്കാർ എല്ലാം ആസ്വദിച്ച് കുളിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കുവാൻ പ്രത്യേക സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്.
തിരികെ നടന്നപ്പോഴാണ് ഈ ദയനീയ കാഴ്ച കാണുവാനിടയായത്. എത്ര മക്കളെയും കൊച്ചുമക്കളെയും താലോലിച്ച് വളർത്തി ഒരു നിലയിലെത്തിച്ചിരിക്കാം. പക്ഷേ വിധി, ഇന്നും ഈ പ്രായത്തിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നു. ഇവിടെ ഈ സ്റ്റാൻഡിൽ നിന്നുമാണ് എനിക്ക് സുന്ദരപാണ്ഡ്യപുരത്തേക്ക് ബസ് കയറേണ്ടിയിരിക്കുന്നത്. പേരിൽ മാത്രമല്ല സുന്ദരൻ, കാഴ്ചയിലും സുന്ദരപാണ്ഡ്യപുരം സുന്ദരൻ തന്നെയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ സാധിക്കാത്ത ഗ്രാമീണത. ഓല കെട്ടിയ വീടുകൾ, പശുത്തൊഴുത്തുകൾ, വീടിൻ്റെ മുമ്പിൽ സൊറ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ. ഒരു തടാകത്തിൻ്റെ വശങ്ങളിലൂടെയാണ് പിന്നീടുള്ള യാത്ര. നല്ല തണുത്ത കാറ്റ് ചൂടിനെ ശമിപ്പിക്കുന്നത് തന്നെയായിരുന്നു. കേരളത്തിൽ നിന്ന് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരുടെ ധാരാളം വണ്ടികൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്നും വരുന്നവരെ പ്രതീക്ഷിച്ച് റോഡരികിൽ ഉള്ളിയുമൊക്കെ ധാരാളമായി കൂട്ടിയിട്ട് വിൽക്കുന്നു. മിക്കവാറും പേരും അത് മേടിക്കുന്നുമുണ്ട്. ഈ തെങ്കാശിയിൽ പലയിടങ്ങളിലും സൂര്യകാന്തി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സുരണ്ടയിലും സുന്ദരപാണ്ഡ്യപുരത്തുമാണ് ധാരാളമായി കാണാൻ കഴിയുന്നത്. ഈ ഭാഗമാണ് അന്യൻപാറ എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ ഭാഗത്ത് വെച്ചാണ് 2005 പുറത്തിറങ്ങിയ അന്യൻ സിനിമയുടെ ചിത്രീകരണം നടന്നത്. സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് തെങ്കാശിയും പരിസര പ്രദേശങ്ങളും. അങ്ങനെ കുറേ ദൂരം ബസ് ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച. ധാരാളം കാറുകളും ബസ്സുകളും ഒരിടത്ത് തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു. മുഴുവൻ കേരള വണ്ടികൾ. അതുകൊണ്ട് ഞാനും അവിടെ ഇറങ്ങി. പിന്നെ എന്ത് പറയാനാ, കണ്ണിനെയും മനസ്സിനെയും ഇത്രയും അതിശയിപ്പിച്ച ഒരു കാഴ്ച അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. കാറ്റത്ത് ആടി ഉലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. ഒന്നല്ല, ആയിരമല്ല, ലക്ഷക്കണക്കിനാണിത്. ധാരാളം ആളുകൾ ഈ പൂക്കൾക്കിടയിൽ നിന്ന് പല പോസിൽ ഫോട്ടോകൾ എടുക്കുന്നു. തീർച്ചയായും ഇവിടെ എത്തി ഈ കാഴ്ചകൾ കണ്ടവർ ഒരിക്കലും മറക്കില്ല ഈ കാഴ്ചയുടെ സൗന്ദര്യം. ഓഗസ്റ്റ് മാസമാണ് ഇത് ഷൂട്ട് ചെയ്തത്. കാണാൻ പോകുന്നവർ അന്വേഷണം നടത്തി മാത്രം പോവുക. ഇവ മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ, ഇനിയും പലതുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയ കാഴ്ചകളുമായി.